തുടരും എന്ന സിനിമയുടെ വിജയഘടകത്തിൽ ഒരു ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് എമ്പുരാൻ എന്നുള്ള സിനിമ വരികയും ആ സിനിമ ഒരു വിവാദമാവുകയും അതിലെ ചില രംഗങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായ ചർച്ചയുണ്ടാവുകയും മോഹൻലാൽ ആരാധകർ തന്നെ അതിനെതിരായി വരികയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ടായി. പെട്ടെന്ന് തന്നെ ആ സാഹചര്യത്തോട് വളരെ വൈകാരികമായോ എങ്ങനെയാണോ ആ താരം മോഹൻലാൽ അതിനോട് പ്രതികരിച്ചത്, എന്തെങ്കിലും ഒരു പാകപ്പിഴയോ തെറ്റോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സഹിഷ്ണുതയോടുകൂടി അതിനെ ക്ഷമാപൂർവം മോഹൻലാൽ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. അത് മോഹൻലാലിൻ്റെ ആരാധകരും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളും അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾക്ക് മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഈ സിനിമയിൽ ചില രംഗങ്ങൾ ഇങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് വന്ന ഒരു വലിപ്പം, ആ മനസ്സിൻ്റെ വലിപ്പം, അതൊരു വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിന് തിരിച്ചു വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആരാധകരുടെ ഒരു തള്ളിക്കയറ്റം. ആരാധകർ അദ്ദേഹത്തെ വീണ്ടും മനസ്സിലേക്ക് എടുത്തുയർത്തുന്ന ഒരു സംഭവമാണ് ഈ തുടരുമെന്ന സിനിമയുടെ വിജയത്തോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്.